നമ്മളുടെ ഇടയിലെ പാസ്ത ലവേഴ്സ് ഇങ്ങനെ കയറി വരികയാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പാസ്ത ലവേഴ്സിനായിട്ട് നല്ല ചീസി, ക്രീമി, ഗൂയി, പ്രോട്ടീനി, റിച്ച് പാസ്ത കാർബണോറ റെഡി ബൂം പാം. പാസ്ത കാർബണാര ഈ ഇറ്റാലിയൻസ് പറയുമ്പോൾ ഞാൻ പണ്ട് കപ്പലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മറ്റേ ഷിപ്പിലുള്ള ക്യാപ്റ്റന്മാർ മുഴുവൻ ഇറ്റാലിയൻസ് ആയിരിക്കും. ഇവരൊരു പ്രത്യേക രീതിയിലാണ് ഇംഗ്ലീഷ് പറയുക, കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഇവരുടെ തന്നെ പാസ്തയുടെ പേരൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നോക്കി, കാർബണാരയുടെ പേര് നോക്കി കഴിഞ്ഞാൽ കറാബോനാറ. ഈ കപ്പലിൽ നിന്ന് വീണ് പോകുമ്പോൾ നമ്മൾ അബാൻഡൻ ഷിപ്പ് എന്ന് വിളിച്ചു പറയും. അപ്പോൾ കളിയാക്കാനായിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുരൂപ് പറയുന്നത് ഇപ്പം അയാൾ വിളിച്ചു പറയുന്നത് അബോന്ത സിപ്പ് എന്ന് അങ്ങനെ പറയാം. അവരുടെ ഇംഗ്ലീഷിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ അവർ ശരിക്കും കറബോനാറ എന്നാണ് കേട്ടോ പറയാം. കാർബോനാറ ഇസ് എ ട്രഡീഷണൽ ക്ലാസിക് ഇറ്റാലിയൻ അല്ലെങ്കിൽ റോമൻ പാസ്തയാണ് കേട്ടോ. സോ അതിൻ്റെ പരമാവധി ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിനേക്കാളും മുന്നേ ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാസ്ത, അതുപോലെ തന്നെ ചീസ്, ഇതിൽ ഉപയോഗിക്കുന്ന പഞ്ചേറ്റ, ഈ മൂന്ന് സംഭവത്തിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പാസ്ത അവിടെ ഉണ്ട്. പാസ്തയിലേക്ക് നമുക്കിപ്പോൾ പോവാം. പക്ഷേ നമ്മളിതിൽ ഇറച്ചിയായിട്ട് കാണുന്നത് എന്തായിരിക്കും? മിക്കവാറും ബേക്കൺ ആയിരിക്കും ഇല്ലേ? പക്ഷെ ട്രഡീഷണൽ കാർബോനാരയ്ക്ക് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാൻഷേറ്റയാണ്. ഇത് കണ്ടോ? അപ്പോൾ പാൻഷേറ്റയും ബേക്കണും രണ്ടും സെയിം സംഭവം തന്നെയാണ്. എന്താണ്? പോർക്കിന്റെ ബെല്ലി ക്യൂർ ചെയ്തിട്ട് സ്മോക്ക് ചെയ്തിട്ടുള്ളതാണ് ബേക്കൺ എങ്കിൽ പഞ്ചേറ്റ എന്ന് പറയുന്നത് ക്യൂർ ചെയ്യുക, അതായത് പഞ്ചസാര. ഞാൻ ഒരു വീഡിയോ ചെയ്യട്ടെ എങ്ങനെയാണ് ഇത് ക്യൂർ ചെയ്യുക എന്നുള്ളത്. പഞ്ചസാര ഉപ്പൊക്കെ ഇട്ടിട്ട് ഈ സംഭവത്തിനെ 5-6 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പുറത്ത് കെട്ടി തൂക്കി നമ്മുടെ പ്രൊഷീത്തോ ഹാമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ബേക്കണിൻ്റെ ഉള്ളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇത് അധികം ദിവസം കെട്ടി തൂക്കി ഞാത്തിയിടൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കണ്ട വാട്ടർ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ എന്താ വ്യത്യാസം? ഈ സാധനം ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ തൂക്കം ഒരുപാട് നഷ്ടപ്പെടും, വില കൂടും. 1 കിലോ പാൻഷേറ്റ $100, അതായത് ഇന്ത്യൻ മണി 5000 രൂപയാണെന്ന് വെച്ചെങ്കിൽ 1 കിലോ ബേക്കണ് $25 മുതൽ $28 ഉള്ളൂ. ഇനി റോമൻസ് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൺചെല എന്ന് പറഞ്ഞിട്ടുള്ള പന്നിയുടെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? സെയിം ലൈക്ക് പാൻഷേറ്റ, പക്ഷേ ബെല്ലിക്ക് പകരം ഈ ചീക്ക്, പന്നിയുടെ ചീക്ക് ഉപയോഗിച്ചിട്ടാണ് ഗോൺചെല ഉണ്ടാക്കണത്. അതിനെനിക്ക് വേണം കുറച്ചും കൂടി ഫാറ്റ് കണ്ടന്റ് കൂടുതലുണ്ടാവും. ഇനി എന്താണ്? പാസ്ത. നമ്മൾ പാസ്ത എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുക പാസ്ത എല്ലാം ഇറ്റാലിയൻ ആണെന്നാണ്. ഉത്തരം ശരിയാണ്. പാസ്ത ബേസിക്കലി ഇറ്റാലിയൻ ആണെങ്കിലും ഇതിൻ്റെ തായ് വേര് നിൽക്കുന്നത് ചൈനയിലാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ നൂഡിൽസ്? ചൈനക്കാരുടെ നൂഡിൽസിൻ്റെ അതേ റെപ്ലിക്ക ഇവരെടുത്തിട്ട് ഇറ്റാലിയൻസ് പല രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് പല 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 ഷേപ്പിലാക്കിയിട്ടുള്ളതാണ് ശരിക്കും പാസ്ത. പിന്നെ അവർ പാസ്ത എന്നുള്ള പേരിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വലുതാക്കി എടുത്തു എന്നുള്ളൂ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെഗറ്റിയാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സ്പെഗറ്റി അല്ലേ? നമ്മുടെ നൂലപ്പത്തിൻ്റെ നൂല് ഉണക്കിയെടുത്ത പോലെ. അപ്പോൾ ഇതാണ് സ്പെഗറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെ അടിച്ച് പരത്തിയിട്ട് ഒരു അരീനെ വലിച്ചു നീട്ടിയ പോലെ ഇരിക്കുന്നതാണ് ലിങ്കുനി. ഇനി ഫെറ്റുച്ചിനി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ റിബൺ പോലെ കുറച്ചും കൂടി പരത്തിയിട്ടത്. ഇപ്പോൾ ഞാൻ 3 ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടില്ലേ, ഇതുപോലെ ഇരിക്കുന്നതാണ് ഫെറ്റുച്ചിനി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ലസാന്യ, ഷീറ്റ് പോലെ ഇരിക്കുന്ന ഒരു പാസ്തനെ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഈ പാസ്ത ലസാന്യൊക്കെ മറ്റേ ബോളോഗ്നൈസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞാൽ നോക്കി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങും കുറച്ച് മൈദയും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചെറിയൊരു ഗോലികായ പോലെ ഇരിക്കുന്ന നോക്കി എന്ന് പറഞ്ഞിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ കല്യാണത്തിന് ഇടുന്ന ബോ കണ്ടിട്ടില്ലേ? ബോയുടെ പോലെ ഇരിക്കുന്ന ഒരു പാസ്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫഫാല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി പറഞ്ഞിട്ടുള്ളത് പെന്നെ, നമ്മുടെ സ്ട്രോ കട്ട് ചെയ്തിട്ട് 2 കോർണറിൽ നിന്ന് കട്ട് ചെയ്ത് ഷേപ്പിലുള്ള ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരിക്കും, പെന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് ഒരെണ്ണം പെട്ടെന്ന് ഓർമ്മ നിൽക്കാനായിട്ട് ഒറിക്കത്തെ, നമ്മുടെ ഈ ചെവിയുടെ ഇയർ ലോബ് ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ആക്കി കണ്ടിട്ടുണ്ടാ. റിസോണി, റൈസിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയുണ്ട്, ഒരു വെള്ള കളറിലുള്ള. പാസ്തയിൽ മറ്റൊരെണ്ണമാണ് റവിയോളി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റഫ് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും സ്റ്റഫ് ചെയ്തിട്ട് നമ്മുടെ അട പോലെ ഇങ്ങനെ മടക്കി ഉണ്ടാക്കിയിട്ടുള്ള റവിയോളി പാസ്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ പറഞ്ഞുള്ളതാണ് ഫ്യൂസിലി, 2 റിബണിനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞുള്ളതാണ് ഫ്യൂസിലി എന്ന് പറയുന്നത്. പിന്നെ അതാണ് മാക്കറോണി. മാക്കറോണി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പാസ്ത നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ആളുകൾ മേടിക്കുന്നതാണ് മാക്കറോണി. ഇങ്ങനെ വളഞ്ഞിട്ട് ഒരു പുഴു പോലെ ഇരിക്കുന്നത്. എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞ പാസ്ത? ഓർസോയും റിസോണിയും ഏതാണ്ട് സെയിം, രണ്ടും ഒരേ പാസ്ത തന്നെയാണ്, പല കളറിലൊക്കെ ആക്കിയിട്ട് വരുന്നു എന്നേ ഉള്ളൂ. തന്നെയാ. പിന്നെ റിഗാട്ടോണി, പെന്നെ പോലെ തന്നെ ഉരുണ്ട് ഒരു PVC പൈപ്പ് 2 കട്ട് ചെയ്തിട്ടുള്ള പോലെ റിഗാട്ടോണി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പാസ്തയെ കുറിച്ചിട്ട് കേട്ടോ, നല്ല ഒരു അടിപൊളി സാധനമാണ്. ഒരുപാട് പാസ്ത സോസസ് ഒക്കെ. ഇനിയാണ് ഇതിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന ഭാഗം. എന്താണ്? പെക്കറീനോ റൊമാനോ ചീസ്. നമ്മുടെ പാമിജിയാനോ, റെജിയാനോ, ഗ്രാനപ്പതാനോ അങ്ങനെയുള്ള പാമിസൻ്റെ ഒരു ഹാർഡർ
വേർഷനാണ്. മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് പാർമേസനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കൗ മിൽക്ക് എന്നാണ് എങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഷീപ്പ് മിൽക്ക് എന്നാണ്. ഇത് 200 ഗ്രാമിന് $20 കഷ്ടി വിലയുണ്ട് വെച്ചെങ്കിൽ പാർമിജാനോ റെജ്ജാനോയ്ക്കും അതുപോലെ തന്നെ ഗ്രാന പദാനയ്ക്കൊക്കെ $13 $12 ന്യൂസിലാൻഡിലെ വില. നമുക്ക് ശരിക്കും ഇത് തന്നെ ഉപയോഗിക്കണം. ഇപ്പം നമ്മളിവിടെ 2-3 ഇൻഗ്രീഡിയൻസ് കാട്ടി നമുക്ക് എല്ലാവർക്കും പറഞ്ഞ സംശയമാണ് ഇതൊക്കെ നാട്ടിൽ മേടിക്കാൻ കിട്ടുമെന്ന്. ഓക്കെ, ഇവിടെയാണ് ഞാൻ ഇത്തവണ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പക്ഷേ പഠിക്കുന്ന കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായ ഒരു ഭാഗമായിരുന്നു ഈ ഫ്രഞ്ച് അല്ലെങ്കിൽ ഇറ്റാലിയൻ ക്യൂസീനെ കുറിച്ച് ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് അവരുടെ അവിടുത്തെ ഈ പശുവിനെയൊക്കെ കാട്ടിയിട്ട് ചീസ് ഫാക്ടറിയും വൈനും കഴിക്കും. അപ്പോൾ ഈ ചീസ് ഫാക്ടറി ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ചീസസിനെ കുറിച്ച് പഠിക്കണമെന്നും ചീസൊക്കെ പോയി കാണണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒലിവ് ബീച്ചിൽ ജോലി കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ പണി ചീസ് പോയിട്ട് നോക്കുക, അത് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കാരണം ഒരുപാട് ചീസിനെ കുറിച്ച് പഠിക്കാമല്ലോ. എന്നിട്ട് ഞാൻ US പോയി ന്യൂസിലാൻഡിൽ വന്ന് ഇവിടെയൊക്കെ കറങ്ങിയിട്ടും ഒരു സൂപ്പർ ചീസ് ഫാക്ടറി കാണാൻ എനിക്ക് തിരിച്ച് കേരളത്തിലോട്ട് പോകേണ്ടി വന്നു. കേരളത്തിൽ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കാസറോ ക്രീമറി എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ചീസ് ഫാക്ടറി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ട്രഡീഷണൽ ഇറ്റാലിയൻ ഫേമസ് ആയിട്ടുള്ള ചീസുകളും അവരുടെ ഓൺ ചീസുകളും. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ അറിയണത് എനിക്ക് കേരള ഫുഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കാണും. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ കേരളത്തിൽ ഇതുപോലത്തെ ഒരു ചീസ് ഫാക്ടറി ഉണ്ടോ എന്നുള്ളത് അതിശയായി. ഓക്കെ, കേരള ഫുഡ് സൈനിങ് ഓഫ് സൈനിങ് ഇൻ. ഓക്കെ, സൈനിങ് ഇൻ. പുള്ളി നമ്മൾ വന്നപ്പോൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് കോൺടാക്റ്റിലാണ് കേരള ഫുഡി. ഓക്കെ, 3 യങ്സ്റ്റേഴ്സ് കൂട്ടിയിട്ടാണ് ഈ ചീസ് ഫാക്ടറി ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ജോസഫിന്റെ ഭാര്യ അനു, അവരുടെ കസിൻ ഫ്രെഡി തുടങ്ങിയത്. അടിപൊളിട്ടാ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സാധനം പൊളിക്കണം. ഈ പേര് നമ്മുടെ എന്താ പറയാ, മറ്റേ പാർമിജാനോ റെജ്ജിയാനോ എന്നൊക്കെ പറഞ്ഞ പോലെ ഇരിഞ്ഞാലക്കുട റെജ്ജിയാനോ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇറക്കണം. ഓക്കെ, ഇവരെ ഫ്രിഡ്ജിന്റെ അകത്ത് കയറി ചീസ് എല്ലാം കണ്ട് അതിശയമായിട്ട് ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ആ ബാക്കിൽ ഒരു ഫാൻ കിടന്ന് തിരിയുണ്ടായിരുന്നു. ഈ ഫാനിന്റെ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ശബ്ദം ഓഡിയോയിൽ കയറി പിടിച്ചു. അതുകൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതില് ഒരു 3000-4000 കിലോ ചീസ് ഉണ്ട്. 4000 കിലോ ചീസ് ഇരിക്കില്ല. എല്ലാം കൂടി വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ 4000 കിലോ ചീസ് ഉണ്ട്. പാലിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ പ്രോട്ടീൻ ഫാറ്റും മാത്രം എടുത്തിട്ടുള്ള ഏരിയ ആണ്. ലുക്ക് സോ ബ്യൂട്ടിഫുൾ. വെരി നൈസ്. ഇനി വരുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പോയിട്ട് ഒരു സൂപ്പർ വീഡിയോ അവിടെ നിന്ന് ചെയ്യാട്ടാ. അതിനേക്കാളും മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ അവിടെ ഒന്ന് ചെന്ന് നോക്കുക. ഒരുപാട് 18 മുതൽ 20 വെറൈറ്റി ട്രഡീഷണൽ ചീസസ് തന്നെയുണ്ട്. ബിഗ് ബ്ലോക്സ്, 10,000-3000 കിലോ ചീസ് ഉള്ളൊരു ഫാം. അന്ന് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് 1500 സ്ക്വയർ മീറ്ററിലാണ് വെച്ചെങ്കിൽ ഇന്ന് 5500 സ്ക്വയർ മീറ്ററോളം അവരത് വിപുലീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചീസ് പ്ലാറ്റർ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഒന്നല്ല ചീസിൻ്റെ എന്ന് പറയുന്നത്. അത് നമുക്ക് അതിൻ്റെ ഒരു പാലറ്റ് കിട്ടി വരാനുണ്ട്. പക്ഷെ വൺസ് ആ ഉമാമി നമ്മുടെ നാവിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചീസ് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ ഉള്ളൊരു സംഗതിയാണ്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾക്ക് മെച്ചുവേർഡ് ചീസ് സോ ഗുഡ്. അഗെയിൻ ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്. പക്ഷേ നമ്മൾ തൃശ്ശൂർക്ക് അവിടേക്കും മറ്റേ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോണ പോലെ ഒരു ദിവസം ഇവരുടെ അടുത്ത് ചെല്ലുക, ഈ ചീസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കുക, ആ ഫുഡ് പ്ലാറ്ററൊക്കെ ടേസ്റ്റ് ചെയ്യുക. അവിടെ തന്നെ ഈ ഇതുപോലെയുള്ള ഈ ബേക്കണും അതുപോലെ തന്നെ പാൻചേറ്റിയും പുള്ളി അവിടെ കൊഞ്ചാലൊക്കെ ഉണ്ടാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അതൊക്കെ പോയിട്ട് ടേസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അവിടെ ഒരു പിസയൊക്കെ ഉണ്ടാക്കേണ്ടായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ ചീസ് കേക്ക്. ചീസ് കേക്ക് അവർ ഉണ്ടാക്കിയിട്ട് വിൽക്കണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ചീസ് കേക്ക് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സോ ബെസ്റ്റ് പ്ലേസ്. കേരളത്തിൽ ഇങ്ങനെ സ്ഥലമുണ്ട്, നിങ്ങൾ മസ്റ്റ് കിഡ്സ് ഒക്കെ ആയിട്ട് പോയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ചിലപ്പോൾ ബിസിനസ് തോട്ട്സ് അവിടെ നിന്ന് കിട്ടും. എന്നോട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്ടുംപാലുള്ള ഇപ്പോൾ ഈ പെക്കറിനോ റൊമാനോ ഒക്കെ പോലെയുള്ള ആട്ടുംപാലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് കുറച്ച് പാലുകൊണ്ടൊക്കെയാണ് ചീസ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ആടിനെ വളർത്തുന്നവരുണ്ട് വെച്ചെങ്കിൽ പാലുണ്ട് വെച്ചെങ്കിൽ കൊടുത്തോ, അവർ പോയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മസ്റ്റ് വിസിറ്റ് പ്ലേസ്, മസ്റ്റ് ഗോ ദെയർ ആൻഡ് എക്സ്പീരിയൻസ് ഓൾ ഈ ചീസൊക്കെ. എന്നിട്ട് ഈ ചീസൊക്കെ മേടിച്ച് ചെറിയ ബ്ലോക്കൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ പെക്കറിനോ റൊമാനോയും കാർബോനാരയും ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നൗ കുക്കിംഗ് ടൈം. അപ്പോൾ ആദ്യം നമുക്ക് സ്പെഗറ്റി കുക്ക് ചെയ്യണം. ഏതാണ്ട് 10-15 മിനിറ്റ് സമയം എടുക്കും സ്പെഗറ്റി കുക്ക് ചെയ്തിട്ട് റെഡി ആയിട്ട് വരാനായിട്ട്. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇടുക, അതിലേക്ക് നേരെ ഇടുക, ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട്. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഏതാണ്ട് 200 ഗ്രാം സ്പെഗറ്റിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് 80 ഗ്രാമാണ് ഞാൻ പാൻചേറ്റ ഇടാൻ പോണേട്ടാ.
അപ്പോൾ നിങ്ങൾക്ക് പാൻചേട്ട കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുക, ചോദിക്കുക, പുള്ളി കൊഞ്ചേല തരും നമുക്ക്. ഇതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് വെച്ചെങ്കിൽ ബേക്കൺ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ ഹോട്ടലിൽ ഫുള്ള് ബേക്കണും ക്രീം ഇട്ടാണ് ഉണ്ടാക്കണേ. ഇവിടെ ആരും പെക്കറീനോ റൊമാനൊന്നും ഉപയോഗിക്കണില്ല, എല്ലാവരും പാമജാന റിജാനാണ് ഉപയോഗിക്കണത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൊഞ്ചേല ആണെന്ന് വെച്ചെങ്കിൽ ചീക്കിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ഫാറ്റ് ഉണ്ടാവും. കണ്ട, അതിന് മീറ്റാണ് കൂടുതൽ, ഫാറ്റ് കുറവാണ്. അതുകൊണ്ടാണ് അവർ കൊഞ്ചാല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ചൂടാവരുതിട്ടോ, നമുക്ക് ഇതിനെ പതുക്കെ റെൻഡർ ചെയ്തെടുക്കണം. കുറച്ച് ചെറിയ തീയിൽ വേണം ഇവനെ റെൻഡർ ചെയ്യാനായിട്ട്. ഒരു 10-20 മിനിറ്റ് ഇതും സമയം എടുക്കും. അപ്പോൾ സ്പെഗറ്റി വേണ സമയം കൊണ്ട് ഇത് പതുക്കെ ആയിക്കോളും. ഓക്കെ, ഫ്രൈങ് പാൻ. ഓ എടി, എനിക്ക് നിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലല്ലോ കൊണ്ട്. എടി, ഷെഫാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാ ഷെഫുമാരും ലോകത്തിലെ എൻസൈക്ലോപീഡിയ നിങ്ങോട്ട് വന്നേ. നീ പെക്കറീനോ റൊമാനോ ഒന്ന് ഗ്രേറ്റ് ചെയ്യണ വീഡിയോ എടുത്തേ. നീ വൈഭവം പറയണ്ടേ, ഇങ്ങോട്ട് വാ. ഞാൻ ഇനി നമ്മുടെ പെക്കറീനോ റൊമാനോ ചീസ് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ ഓട്ടയുള്ള ഒരു ഭാഗമുണ്ട്, ചെറിയ ഓട്ടയുള്ള ഒരു ഭാഗമുണ്ട്. ഞാൻ ഇന്ന് ചെറിയ ഓട്ടയുള്ള ഭാഗമാണ് ഉപയോഗിക്കണേ. നിങ്ങൾക്ക് വലിയ ഓട്ടയുള്ളതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ മുകളിൽ ഉരച്ചിങ്ങനെ കൈകൊണ്ട് അമർത്തി ഇത് പൊട്ടിക്കേണ്ട കാര്യമില്ല. ഈ സാധനം എന്തുകൊണ്ടാണ് ഈ കനം കുറവിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അമർത്തി ചെയ്യാനുള്ളതല്ല, വളരെ ഡെലിക്കേറ്റ് ആയിട്ട് വിത്ത് എല്ലാവും നമ്മളിങ്ങനെ പതുക്കെ ഒരു പൂവിനൊക്കെ തൊടുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരിനെയൊക്കെ തൊടുന്ന പോലെ വേണം ഇതിന് ഡീൽ ചെയ്യാനായിട്ടല്ലേ കൊണ്ട്. യാ ഓക്കെ, യു ഡോണ്ട് നീഡ് ടു പ്രസ് ടു ഹാർഡ്, ജെന്റിൽ ലുക്ക് അല്ല, ലുക്ക് ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി, ഇത് വീണോളും. ഞാനൊരു 150 ഗ്രാമോളം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ചില ആൾക്കാർ ഇത് വേഗം ആവാൻ വേണ്ടിയിട്ട് ഇതിന് ഒന്നും വേണ്ട, നിങ്ങൾ കനം കുറച്ചിട്ട് വേഗം ആക്കണമെങ്കിൽ സ്പീഡ് കൂട്ടിയാൽ മതി. അമർത്തരുത്, അമർത്തിയ മെഷീൻ കേടാവും ഇവിടെ. എന്തേ, നീ എന്ത് മെഷീനാന്ന് വിചാരിച്ചുകൊണ്ടേ? ഇനി ഇതിൻ്റെ സോസ് ഉണ്ടാക്കണ്ടേ. പാസ്തയുടെ മുകളിൽ സോസ് കണ്ടിട്ടില്ലേ, തിക്ക് ക്രീമി സോസ്. ഇവിടെയൊക്കെ ഉടായ്പായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ക്രീം, ബേക്കൺ, ഗാർലിക് ഇട്ടിട്ടാണ് ഉണ്ടാക്കണേ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗാർലിക്കും പെപ്പറൊക്കെ എന്തിലുണ്ട്, പഞ്ചറ്റലുണ്ട്. ഇവിടെ 5 മുട്ടയുടെ മഞ്ഞുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പെക്കറീനോ റൊമാനോ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല തിക്ക് സോസായിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പാസ്തയുടെ ബേസിക് സോസ്. ബ്യൂട്ടിഫുൾ. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട, നമ്മുടെ പാൻഷേട്ട് നല്ല സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനുള്ള ഫാറ്റ് ഇറങ്ങി വരുന്നുണ്ടാ. ഈ ഫാറ്റ് നമുക്ക് പാസ്തയുടെ സോസിന് ആവശ്യമാണ്. ഓക്കെ, നമ്മുടെ സ്പെഗറ്റി എന്തോരായിരുന്നു നോക്കാം നമുക്കിപ്പോൾ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അലറ്റാൻ്റെ എന്ന് കേട്ടിട്ടില്ലേ? അലക്കണ്ടേന്നല്ല, അലറ്റൻ്റെ. അലറ്റൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊരു അരി. എന്താ ഇപ്പോൾ തൽക്കാലം അലറ്റൻ്റെ എന്ന് പറഞ്ഞേ. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അരി നിൽക്കുന്നുണ്ട്. കണ്ടാ, കാണണ്ട കൊണ്ട് ക്യാമറയിൽ ഈ അരി കാണിക്കാൻ പണിയാണ് കേട്ടോ. കാണുന്നുണ്ടാ? ഭയങ്കര പണി ഇതിൻ്റെ കടി കാണിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അളുത്തന്തേക്കാളും ഒരു ലേശം അധികം വേവിക്കുന്ന ആളാണ്. എനിക്ക് അളുത്തന്ത ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അളുത്തന്ത, അതായത് ഒരു ലേശം കടി കിട്ടുന്ന പരുവത്തിലാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കോ. ഞാൻ അളുത്തന്തയിൽ നിർത്താറില്ല, എനിക്ക് അളുത്തന്ത ഇഷ്ടമല്ല. ഒരു ലേശം കൊണ്ട് ഞാൻ വേവിക്കലുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാസ്ത എടുത്തിട്ട് ഊറ്റി ഇങ്ങോട്ട് മാറ്റുക കേട്ടോ. ഈ വെള്ളം നമുക്ക് വേണം, അതിനാണ്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാൻചേറ്റ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഗാർണിഷിന്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാസ്ത സോസിൽ ഒരിക്കലും പാസ്ത ഡയറക്റ്റ് ഇങ്ങനെ ഇടരുത് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ സോസ് ഇതിലേക്ക് ഒഴിക്കുന്നത്, അതായത് ഈ വെള്ളം, പാസ്ത വേവിച്ച വെള്ളം. ഓക്കെ, ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പാസ്ത ഇടുമ്പോൾ അടി പിടിക്കും. ഒരുപാട് തീ വേണ്ട കേട്ടോ, കുറച്ച് തീയേ വേണ്ടു. ഓക്കെ, ഒരുപാട് തീ ഉണ്ടെങ്കിലും ഈ വെള്ളം വറ്റിയിട്ട് ഇതാവും. ഒരുപാട് ചൂടാണെച്ചെങ്കിൽ സോസ് കട്ട പിടിക്കും, സ്ക്രാമ്പിൾഡ് എഗ് ആയി മാറും. ഇനി ഈ പാസ്ത ഈ പാൻചേറ്റിനെ മുഴുവൻ കുറച്ചൊന്ന് അബ്സോർബ് ചെയ്യട്ടെ. അതുവരെ ഒന്ന് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം ഇല്ല വെച്ചെങ്കിൽ നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ട ഒട്ടുന്നില്ല, കണ്ട. സോ ഒരു മീഡിയം ഫയർ മതി, റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ഇതിൽ. ഇപ്പം അത്യാവശ്യം നമ്മുടെ പാസ്ത ചൂടായി. ഓക്കെ, ചെറിയ സ്മോക്ക് വരുന്നുണ്ട്, കുറച്ച് വെള്ളം ഇതിലുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട, ഈ പോയിന്റിൽ ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു പാസ്തയുടെ ടെമ്പറേച്ചർ അപ്രോക്സിമേറ്റ്ലി ഞാൻ 70 ഡിഗ്രി ഉണ്ടെന്നാണ് കഴിക്കുന്നത്. തിളയ്ക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ ഇതിന് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ സോസ് ചേർക്കാൻ പോവാണ്. സോസ് ചേർക്കണേക്കാളും മുന്നേ ഇതേപോലെ തന്നെ നമ്മുടെ ഈ വെള്ളം എടുക്കണം. ചൂടാറിയതിന് ശേഷം സൈഡിൽ കൂടെ കുറേശ്ശെ ചേർക്കുക, എന്നിട്ട് അപ്പം തന്നെ ഇളക്കണം കേട്ടോ. ഇല്ല വെച്ചെങ്കിൽ ഇത് സ്ക്രാമ്പിൾഡ് എഗ് ആയി പോവും. ഓക്കെ, കുറേശ്ശെ ഇതിൽ ചൂടുവെള്ളം ചേർക്കുക, ഇളക്കുക. ചീസ് ഒന്നിങ്ങനെ മെൽറ്റ് ചെയ്ത് വരാനേ പാടുള്ളൂ. കണ്ട, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പാസ്തയിലേക്ക് ഇതിനെ കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഓവർ കുക്ക് ആവരുത്. ഓക്കെ,
ചൂട് കൂടുതലാണെന്ന് വെച്ചെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് ആയി മാറും. വെരി കെയർഫുൾ ട്ടാ. നല്ല ക്രീമി ആയിട്ട് വരട്ടെ അവൻ. ഓക്കെ, ആഡ് ആൻഡ് ഫോൾഡ്. ഓക്കെ ഓക്കെ, സീ ലുക്ക് അറ്റ് ദാറ്റ്, നൈസ് ആൻഡ് റിച്ച് ക്രീമി. യെസ്, ബ്യൂട്ടിഫുൾ. കണ്ടാ ഇപ്പോൾ സ്ക്രാമ്പിൾഡ് ആയത് നോക്കിയേ? ഇല്ലല്ലോ. ഇനി നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചീസ് ആക്കാം. ബ്യൂട്ടിഫുൾ. ടേസ്റ്റ് സോസ്. ഓ വാവ്. പറയാം. നോക്കിയേ നമ്മുടെ പാസ്ത. ഓക്കെ, ബ്യൂട്ടിഫുൾ. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റ് ചെയ്യാം. ഇത് ഞാൻ 2 ചോപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ചോപ്സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ നെഞ്ഞത്തേക്ക് ഇങ്ങനെ കയറ്റുക. എന്നിട്ട് ഇത് ഇങ്ങനെ തിരിക്കുക കേട്ടാ. ചോപ്സ്റ്റിക്കിൻ്റെ അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു പോർഷൻ ഇങ്ങനെ തിരിഞ്ഞു വരും. കണ്ടാ, നമുക്ക് വേണ്ട എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിന്നെ പുള്ളി ചെയ്യുക. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ നിന്ന് വലിക്കുക. ഇനി നമ്മുടെ പ്ലേറ്റിൻ്റെ ഹാർട്ടിലേക്കാണ് വയ്ക്കുക. കമോൺ കൊണ്ടാ. ലോക്ക് അറ്റ് ദാറ്റ്. എന്നിട്ട് ഈ ചോപ്സ്റ്റിക്കിനെ പതുക്കെ പുള്ളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ പാസ്ത. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഗാർണിഷ്. നമ്മുടെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഗാർണിഷ് വേണ്ട. വാട്ട് യു ഡു? ജസ്റ്റ് ഡ്രോപ്പ് കപ്പ് ഹിയർ ആൻഡ് നീ. ഇനി എന്താ ചെയ്യണ്ടെന്നറിയോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ, യു നീഡ് ടു ആഡ് സം പെപ്പർ. ചില ആളുകൾക്ക് ഭയങ്കര പെപ്പർ ഇഷ്ടമാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ പാൻഷേറ്റിൽ കണ്ടമാനം പെപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു വാണ്ട് ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ലേശം നമ്മുടെ പെക്കറിനോ റൊമാനോ അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിടുക. ഓ, അപ്പോൾ പ്ലേറ്റിൽ ഒരു ലുക്കായി. കണ്ട, ഓ ചീസിൻ്റെയും അതുപോലെ തന്നെ പാൻഷേറ്റയുടെയും പെപ്പറിൻ്റെയും ക്രീമി റിച്ച് സ്മെല്ലിൻ്റെയും റിച്ച് ഇൻ ദ പീക്ക്. ബ്യൂട്ടിഫുൾ. The richness of the love of the Italiano or Boliano. Come on. ഇനി നിങ്ങൾ ഈ സോസ് ശ്രദ്ധിച്ചാ, ഈ സോസ് ഭയങ്കര തിക്കാണ്. ചില സോസ് പാസ്തയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര റണ്ണി ആയിട്ട് അല്ലേ, കുറച്ചുകൂടി ഇങ്ങനെ ഇതായിട്ട്. എന്താ കാരണം? സ്പാഗറ്റിക്ക് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ നീണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള പാസ്തകൾക്ക് എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് തിക്കായിട്ടിരിക്കുന്ന സോസാണ്. കാരണം നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? സോസ് ഒപ്പം വരും. റണ്ണി സോസ് ആണെങ്കിൽ ഈ സോസ് ഇതിൻ്റെ ഒപ്പം പോവും. അതേ സമയത്ത് പെന്നെ പോലെയുള്ള ചെറിയ പാസ്ത നമ്മൾ കഴിക്കുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പോൾ സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് സോസ് ഇങ്ങനെ കോരി എടുക്കാൻ പറ്റും. അപ്പോൾ സോസ് കുറച്ച് കൈ കിട്ടും. ഇത് കിട്ടില്ലേ? കണ്ട, സ്പാഗറ്റി ബോളോഗ്നൈസ് ഒക്കെ കണ്ടിട്ടില്ലേ? നല്ല തിക്ക് സോസ് ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ ടേസ്റ്റിങ്ങിനായിട്ട് നമ്മുടെ പ്രിങ്ങപ്പനെ വിളിക്കാട്ടോ. അതിനൊക്കെ മുന്നേ എൻ്റെ ഒരു പീസ്. റിച്ച് എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഭയങ്കര റിച്ച്. ഓക്കെ, കിഡ്സിൻ്റെ ഒക്കെയാണ് ഈ വക സംഭവങ്ങൾ ഫേവറേറ്റ്. ലെറ്റ്സ് സ്പ്രിങ് ടേസ്റ്റ് ഫസ്റ്റ്. എൻ്റെ ഇംഗ്ലീഷൊക്കെ ശരിയാക്കി തരുന്നത് പ്രിങ്ങ് കേട്ടാ. പിന്നെ ഇപ്പോൾ യൂട്യൂബിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് കൊണ ഇംഗ്ലീഷായ കാരണം ഒക്കെ തിരുത്തി തരുന്നത് പ്രിങ്ങ്. അതിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഓക്കെ, തിന്നിട്ട് ഇനി ഇത് പറയാ ലാഫല്ലേ. ചലോ ക്രീമി റിച്ച്. ഊതൊന്നും വേണ്ട, ചൂടൊന്നുമില്ല. പച്ചവെള്ളം വരെ കുതിര കുടിക്കുക. ഈ നൂല് പരുവത്തിൽ എന്ത് സാധനം കൊടുത്താലും ബെസ്റ്റാ. വെറുതെ ഇതാക്കിയാലും. It's really good. Really good, right? I like it. You like it, right? Oh, lovely. So let me taste some. ഭയങ്കര രുചിട്ടാ. പാസ്ത ഇറ്റ്സെൽഫ് നല്ല പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. കാരണം പാൻചെറ്റയുടെ പ്രോട്ടീൻ ഉണ്ട്, ചീസിൻ്റെ പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഇനിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാസ്ത, ചപ്പാത്തി, ചോറ്, ഇതിൽ മൂന്നിലും വെച്ചിട്ട് ചപ്പാത്തിനേക്കാളും ബെറ്റർ പാസ്തയാണ് കേട്ടോ. കാരണം 100 ഗ്രാം ചോറിന് 120 കാലറിയാണ് നമുക്ക് കിട്ടുന്നത് വെച്ചെങ്കിൽ 100 ഗ്രാം പാസ്തയ്ക്കും ഏതാണ്ട് സിമിലർ കാലറി വാല്യൂ ആണ് കേട്ടോ. 100 ഗ്രാം ചപ്പാത്തിക്കും 300 കാലറിയാണ്. മനസ്സിലായില്ലേ? ചപ്പാത്തിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ചപ്പാത്തിയിൽ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ കാലറിഫിക് വാല്യൂ ടു ഹൈ ആണ്. പാസ്തയും ചോറും വെള്ളം ആവശ്യത്തിന് അബ്സോർബ് ചെയ്തിട്ടുള്ള കാരണം ഈ എമൗണ്ടിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കാലറിഫിക് വാല്യൂ കുറവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 250 ഗ്രാം ചോറിനാം, പക്ഷേ 250 ഗ്രാം ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചപ്പാത്തി ഹെൽത്തിക്ക് 5 എണ്ണം തിന്നാന്ന് പറഞ്ഞ ആൾക്കാർ ഈ കാലറിഫിക് വാല്യൂ കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. കുറച്ച് ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഐ വുഡ് സേ ചപ്പാത്തിനേക്കാളും ബെറ്റർ പാസ്തയാണ്. അഗെയിൻ ഗ്ലൂട്ടൻ പ്രശ്നം ഉണ്ടെങ്കിൽ പാസ്ത ഇറ്റ്സ് നോട്ട് എൻ ഐഡിയൽ വൺ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Golda, you want to taste some? Come and taste it.
ക്രീമി കാർബണോറ. It's the cream. വായന്നിപ്പോ തെറിച്ച് കാർബണോറ. ഞാൻ ഒന്ന് ചൂടാക്കിട്ടെ ഇവർക്കുള്ളത് ഇവിടെ തണുത്ത് പോയി. Yeah, that's good. തല്ലുണ്ടാക്കാണ്ടിക്ക് കഴിച്ച് പരിചയമുള്ള പോലെ അഭിനയിക്ക്. ഓ Inga പറ്റില്ല കഴിക്കാൻ. മോനെ ഇത് മാറ്റി വയ്ക്ക്. ഏത് ഈ പാത്രത്തിൽ വീണാ കുഴപ്പമുണ്ടോ? നാളെ നിങ്ങൾക്ക് കൊണ്ടുള്ള ഞാൻ അവിടെ നിന്ന് ക്യാമറ എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇതിൽ മോന് പെപ്പർ ഇട്ടായിരുന്നു ഇതിനകത്ത്. പെപ്പർ അതിനകത്ത് ഇട്ടു ഇതിനകത്ത് ഇട്ടു. ഞാൻ ചൂടാക്കുമ്പോൾ അതിൽ പെപ്പർ ഇട്ടു. എന്താ പെപ്പർ ഇഷ്ടപ്പെട്ടില്ലേ? പെപ്പറിന്റെ ടേസ്റ്റ് ഇതിനകത്ത് പെപ്പറിന്റെ ടേസ്റ്റ് നന്നായിട്ട് വേണം കേട്ടാ. ഡിപ്പെൻഡ്സ് ലൈക്ക് നിങ്ങൾ പാൻ ഷർട്ട് ചെക്ക് ചെയ്യണം. പാൻ ഷർട്ട് നല്ല പെപ്പറിയാണ്. സോ കെയർഫുൾ. ചില ആളുകൾക്ക് കാർബണേറ്റ കൂട്ടത്തിൽ പെപ്പർ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ട് ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. യു വിൽ സീ. നല്ല ടേസ്റ്റ് ഉണ്ട് ആ പെപ്പർ വരുമ്പോൾ. പെർഫെക്റ്റ് ബാലൻസ്. പെർഫെക്റ്റോ ഇറ്റാലിയാനോ. പറയണട്ടോ ഒന്ന് ഇറ്റലിയിൽ കുറെ കാലം ഇവള് പഠിച്ചിട്ടേ അവിടെ നിന്ന്. This pasta. അല്ല ഞാൻ ആകെ ഒരു തവണ കഴിച്ചിട്ടുള്ളൂ പണ്ട്. പാസ്ത കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഒരു ഹംബിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഗോ വിസിറ്റ് കാസറോ ക്രീമറി. അവിടെ പോയിട്ട് ചീസിനെ കുറിച്ച് പഠിക്കുക. നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഒരു കളിനറി സൈഡിൽ നിന്ന് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ചീസൊക്കെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര കൺകുളിർമയുള്ളതും പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അതായത് ഒരു പാലിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയ്ക്കധികം സംഭവങ്ങൾ നടക്കണേ എന്നുള്ളത്. സോ ഒരു ടൂർ പോലെ പോയിട്ട് ആ സ്ഥലം കണ്ട് അവരെ കോൺടാക്ട് ചെയ്യാം. താഴെ ഇതിൻ്റെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പറും വെബ്സൈറ്റും എല്ലാം കൊടുക്കട്ടെ. അവിടെ പോയിട്ട് യു എക്സ്പീരിയൻസ് ദാറ്റ് തിങ്. ഓക്കെ, ബൈ സ്റ്റഫ് ആൻഡ് മേക്ക് പാസ്ത കാർബണോറ. അപ്പോൾ ഇതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. ഏത് കയ്യാന്ന് ഇത് ആക്കാൻ വരും. പിന്നെ ഞാനേ ഈ പാസ്ത ആക്ച്വലി നിങ്ങൾക്ക് ഇത് സ്ക്രാമ്പിൾ ആവണ കാണിച്ചു തരാം കേട്ടാ. ഒരു പോർഷൻ അവര് അല്ല അത് ഓവർ കുക്ക് ആകുമ്പോ എന്താ ഉണ്ടാവാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. സ്ക്രാമ്പിൾ ആണ്. ഓ പാസ്തക്ക് സോസ് എക്സ്ട്രാ വന്നു. ക്രീം ലാഫല്ലേ. സ്വിമ്മിങ് കഴിഞ്ഞിട്ടുള്ള വെള്ളം അവിടുത്തെ സാധനമൊക്കെ ഉണ്ട്. നൈസ് മിക്സ് നൈസ് ആൻഡ് സോൾട്ടി യമ്മി. ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉപ്പും ചേർക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൊമാനോയിലും പാൻഷെറ്റയിലൊക്കെ നിറച്ച് ഉപ്പുണ്ട്. ഓക്കെ, സോ യു ഡോണ്ട് നീഡ് ടു ആഡ് എനി എക്സ്ട്രാ ഉപ്പ് ഇട്ടാ. ഡോണ്ട് ആഡ് ഉപ്പ്. ഭയങ്കര ഉപ്പായിരിക്കും. ഇത് കണ്ട ഇത് ഓൾറെഡി സൈഡിലുള്ളൊക്കെ കണ്ട സ്ക്രാമ്പിൾഡായി തുടങ്ങി. കണ്ണട ഇത് കണ്ട ഇത് കണ്ട നമ്മുടെ സ്ക്രാമ്പിൾഡാക്കി പോലെ കണ്ണട. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ശ്രദ്ധിക്കുക കണ്ട. അപ്പോൾ ഇത്രയും അതാണ് ചൂടാക്കിയോണ്ട് ഇതിട്ടിട്ട് ഇളക്കരുത്. ഓക്കെ, സ്ക്രാമ്പിൾ ആവാനും അവസരം കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് കണ്ട അത് കണ്ട സ്ക്രാമ്പിളായി വരുന്നുണ്ടോ. സ്കില്ല് വേണം എൻ്റെ പോലെ. ഓക്കെ, സോ ഇത് ഇവർക്കുള്ള ലാസ്റ്റ് ബാച്ച് കൂടി ഉണ്ടാക്കിയിട്ട് നാളത്തേക്കുള്ള അവസാനിപ്പിക്കാം. കണ്ട ഇപ്പോൾ കണ്ട ആ സ്ക്രാമ്പിളിൽ നമ്മൾ മിക്സ് ചെയ്ത കാരണം ഇത് കണ്ട പൊട്ടി ഈ കുട്ടികളുടെ ഛർദ്ദൽ പോലെ കിടക്കുന്ന കണ്ട. ഇത് ഇഞ്ഞെടുക്കണ്ട വീഡിയോ എടുക്കണ്ട മതി. നമുക്ക് അത് ഓഫ് ചെയ്തോ. ആ